സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബൈബിളിലെ യേശു തന്നെയോ ഖുർആനിലെ ഈസ എന്ന തലക്കെട്ടിൽ നമ്മുടെ രാഹുൽ ഈശ്വറും അനിൽകുമാർ അയ്യപ്പനും തമ്മിൽ നടന്ന സംവാദവുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെയൊരു സംവാദം രൂപപ്പെടാനുള്ളൊരു പശ്ചാത്തലം, രാഹുൽ ഈശ്വർ ദുഃഖവെള്ളിയാഴ്ച ദിവസം യേശുവിനെ മഹത്വീകരിക്കുന്ന ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കുകയുണ്ടായി. ആ വീഡിയോയിൽ അദ്ദേഹം വിവേകാനന്ദൻ്റെയും ഗാന്ധിജിയുടെയും കോട്ടിങ്ങുകളും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധ ഖുർആനിലും മഹാനായ യേശുവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മാതാവായ മറിയം ബീവിയെക്കുറിച്ചും വളരെ വലിയ അർത്ഥത്തിൽ മഹത്വീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിലെ യേശുവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളോടും, പ്രത്യേകിച്ച് കുരിശുമരണം പോലെയുള്ള കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങൾ ഏതായാലും യേശുവിനെക്കുറിച്ച് വളരെ നല്ല രീതിയിലാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതുവഴി അദ്ദേഹം ഉദ്ദേശിച്ചത് അത് കേൾക്കുന്ന ക്രൈസ്തവർക്ക് ഒരു മുസ്ലിങ്ങളോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോളറൈസേഷനൊക്കെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഇസ്ലാമോഫോബിയൊക്കെ വ്യാപകമായി പ്രചരിക്കുന്ന ഈ ഒരു കാലത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പരസ്പരം ഒരു ഐക്യമുണ്ടാവട്ടെ എന്നുള്ള ഒരു സതുദ്ദേശത്തിലാണ് രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു സന്ദേശം ഇറക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ധാരാളം ആളുകൾ കണ്ടു. അതിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനോട് വേറെ വിയോജിപ്പൊന്നും പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം എന്ന് പറയുന്നത് അദ്ദേഹം ഇസ്ലാമിനെ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ക്രിസ്തുമതത്തെ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതിലേതാണ് ശരിയെന്ന് പറയുകയോ ഒന്നുമല്ല. നേരെ മറിച്ച് ഈ രണ്ട് കമ്മ്യൂണിറ്റിയും വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകതയിൽ അദ്ദേഹം ഒരു നല്ല ഉദ്ദേശത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന നിലയിലാണ് മുസ്ലിം സമൂഹം മനസ്സിലാക്കിയത്. എന്നാൽ അദ്ദേഹം തീരെയും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് ക്രൈസ്തവ സമൂഹത്തിലെ ചിലർ, എല്ലാവരുമല്ല, ചിലർ അവിടെ പ്രതികരണം നടത്തിയത്. ചില കമൻറ്റുകളായും അതിൽ ചില ആളുകൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട് അവരുടെ ശക്തമായ വിയോജിപ്പ് അദ്ദേഹത്തിനെ അറിയിച്ചു. അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അനിൽകുമാർ അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിൽ ചെല്ലുകയും താങ്കൾ ഇങ്ങനെ അറിവില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പൊതുസമൂഹത്തിൽ പറയുന്നത് ശരിയല്ല എന്നും, വാസ്തവത്തിൽ മുസ്ലിങ്ങൾ പോലും ഇങ്ങനെ ഒരു വാദം പറയാൻ അല്ലെങ്കിൽ ഇവരുമായിട്ട് ആ വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ തയ്യാറാകാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ ഈശ്വർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ഒരു സംവാദത്തിൽ വന്ന് തെളിയിക്കാനുള്ളൊരു ധൈര്യം കാണിക്കണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇതേ കാര്യം തന്നെ അദ്ദേഹം ഈ സംവാദത്തിന്റെ തുടക്കത്തിലും പറയുന്നുണ്ട്. ആദ്യം നമുക്കതൊന്ന് കേൾക്കാം. വർഷങ്ങളായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാരെ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുറാനിലെ ഈസയും ബൈബിളിലെ യേശുവും രണ്ടാണ്, ഒന്നാണെന്ന് പറയുന്നത് നിങ്ങൾ സംവാദത്തിന് വരുമെന്ന് പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട്, 20 വർഷത്തോളമായിട്ട്, എനിക്ക് തോന്നുന്നു അതിനും കൂടുതലായിരിക്കും. ഇന്ന് വരെ എം അക്ബർ അടക്കമുള്ള ഒരൊറ്റ ഇസ്ലാമിക ദാവാക്കാരനും ആ ക്ഷണം സ്വീകരിച്ച് ഈ വിഷയത്തിൽ ഡിബേറ്റിന് വന്നിട്ടില്ല, ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇസ്ലാം ക്രൈസ്തവ വിഷയങ്ങളിൽ ക്രിസ്ത്യാനികളുമായി സംവാദം നടത്താൻ മുസ്ലിം പണ്ഡിതന്മാർ പോലും വരാൻ ധൈര്യപ്പെടാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം അതിന് തയ്യാറായത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നത്. അനിലിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ ഒന്ന് ആശയക്കുഴപ്പത്തിലായി. കാരണം ഇനി മുസ്ലിങ്ങൾ ഇനി ആരെങ്കിലും ഇനിയിപ്പോൾ ഇതിനെ എതിര് പറയുന്നുണ്ടോ? കാരണം ഇവർ വളരെ കഷ്ടപ്പെട്ട് വീട്ടിലെത്തി 20 വർഷമായിട്ട് മുസ്ലിങ്ങളാരും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ ധൈര്യപ്പെട്ടിട്ടില്ല. സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് അവർ മുങ്ങി നടക്കുകയാണ്, ധൈര്യമില്ല, അവർ കണ്ടം വഴി ഓടുകയാണ് തുടങ്ങിയിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വർ വിചാരിച്ചു ഇനി ശരിയായിരിക്കുമോ, ഒരു സംശയം. ഏതായാലും ശരി, രാഹുൽ ഈശ്വറിൻ്റെ ഈ സംവാദങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ വിഷയമുള്ള കാര്യമല്ല. കാരണം ഡെയിലി അദ്ദേഹം ഒരു 3-4 സംവാദങ്ങളെങ്കിലും പങ്കെടുക്കുന്ന ആളാണ്. ഞാനീ പറഞ്ഞ കാര്യത്തിൽ ഞാൻ സംവദിക്കാൻ തയ്യാറാണ്. കാരണം ബൈബിളിലെ യേശുവും ഖുർആനിലെ ഈസയും എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തിയോളജിക്കൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും, നിങ്ങളുടെ നറേഷൻസിൽ വ്യത്യാസം ഉണ്ടാവും, നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ വ്യത്യാസമുണ്ടാവും, അതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റുകളിൽ വ്യത്യാസമുണ്ടാവും. പക്ഷേ ഇതെല്ലാം പറയുന്നത് ഒരാളെക്കുറിച്ച് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് ഞാൻ സംവാദത്തിൽ തെളിയിക്കാം എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെയാണ് ഈ സംവാദം രൂപപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ സംവാദം നടക്കുന്നതിന് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഈശ്വർ എന്നെ കോൺടാക്ട് ചെയ്യും. ഇങ്ങനെ ഒരു സംവാദത്തിലേക്ക് ഞാൻ പോവുകയാണ്, ഇതിനകത്ത് ഈസാജിയുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുകയും ഞാൻ പറഞ്ഞു, താങ്കൾ പറയുന്നത് ഞങ്ങൾ പറയുന്നതും ക്രൈസ്തവ നേതൃത്വം പറയുന്നതും എല്ലാം ഈ വിഷയത്തിൽ ഒന്ന് തന്നെയാണ്. ബൈബിളിലെ യേശുവും ഖുർആനിലെ ഈസയും ചരിത്രത്തിലെ ഒരാളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലാതെ 2 വ്യക്തികളല്ല. താങ്കളുടെ ആ സ്റ്റാൻഡ് ശരി തന്നെയാണ്. അതിന് ഉപോത്ബലകമായിട്ട് ഞാൻ 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നോസ്ട്രാറ്റേറ്റും അതേപോലെ ജെറുസലേം പാത്രിയർക്കീസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് ഷെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ഓൾറെഡി വായിച്ചു, ഇങ്ങനെ വത്തിക്കാൻ കൗൺസിലൊക്കെ വളരെ കൃത്യമായിട്ട് പോപ്പ് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ ക്രൈസ്തവർക്ക് അറിയാത്ത കാര്യമല്ല.
കാരണം മുമ്പ് മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഇവർ സുവിശേഷ പ്രവർത്തനം നടത്തിയ സമയങ്ങളിൽ അവർ ധാരാളം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിനകത്തൊക്കെ അവർ പരിശുദ്ധ ഖുർആനിൽ തൃത്വമുണ്ട്, പരിശുദ്ധ ഖുർആനിൽ യേശു ദൈവപുത്രനാണ് എന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ യേശുവിൻ്റെ കുരിശുമരണമുണ്ട് എന്നതടക്കം ഖുർആൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ച് തന്നെ അവർ ധാരാളം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന തൗറാത്തും സബൂറും ഇഞ്ചീലും ഒക്കെ ഞങ്ങളുടെ ബൈബിളാണ് എന്ന് തെളിയിക്കാൻ ധാരാളം പുസ്തകങ്ങൾ ഇവർ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനെ തുടർന്ന് മുസ്ലിം ഭാഗത്തു നിന്നും വിശദീകരണങ്ങൾ വരികയും യഥാർത്ഥത്തിൽ ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് എന്നും ബൈബിളിനെക്കുറിച്ചും ക്രിസ്തുമതത്തെക്കുറിച്ചുമുള്ള ഖുർആൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എന്നും അത് തൃത്വത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത വരുന്നത് മുസ്ലിങ്ങളുടെ ഈ വിശദീകരണത്തിനാണ് എന്ന് തിരിച്ചറിഞ്ഞ മിഷണറിമാരാണ് യഥാർത്ഥത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന ഈ ബന്ധങ്ങളൊക്കെ തകർത്തുകൊണ്ട് ബൈബിളിലെ യേശു വേറെയാണ്, ഖുർആനിലെ ഈസ വേറെയാണ്, ഖുർആനിലെ അള്ളാഹു വേറെയാണ്, ബൈബിളിലെ യഹോവ വേറെയാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങളുമായിട്ട് വാസ്തവത്തിൽ നടക്കേണ്ട നല്ല ചർച്ചകളിൽ നിന്നും യൂ ടേൺ എടുക്കുന്നത്. ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇതിലൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഓക്കെ, അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞതും അദ്ദേഹം കേട്ടു, ഞാൻ പറഞ്ഞതും കേട്ടു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, സംവാദത്തിലേക്ക് പോകുന്നു. ആ സംവാദത്തിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ എന്തായിരുന്നു നമുക്ക് നോക്കാം. അതിന് അനിലയ്യപ്പൻ പറഞ്ഞതും അത് രാഹുൽ ഈശ്വർ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് നമുക്കൊന്ന് കാണാം. ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിൽ ഏറ്റവും അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗം ഒന്ന് കേൾക്കാം. അപ്പോൾ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ, അവസാന മിനിറ്റിലേക്ക് വരുമ്പോൾ, വളരെ നിഷ്പക്ഷമായി പരിശുദ്ധ ബൈബിളും ഖുറാനും പഠിക്കുകയാണെങ്കിൽ യാതൊരു സംശയത്തിനിടയില്ലാത്ത വിധം നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ ബൈബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അതേ യേശുക്രിസ്തുവാണ് പരിശുദ്ധ ഖുറാനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈസ. പേരുകളിൽ വ്യത്യാസം ഉണ്ടാകാം, കാര്യം ഭാഷകൾ വ്യത്യാസമാണ്. ജീസസ് എന്നല്ലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചിരുന്ന പേര്, നമ്മൾ ഇന്ന് ജീസസ് എന്നാണ് കോമൺലി വേൾഡ് മുഴുവൻ യൂസ് ചെയ്യുന്നത്. പേരുകളിൽ വ്യത്യാസം ഉണ്ടാകാം, റെപ്രസെന്റേഷനിൽ വ്യത്യാസം ഉണ്ടാകാം, ചിത്രീകരണത്തിൽ വ്യത്യാസം ഉണ്ടാകാം, വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ആ വ്യത്യാസം ഉണ്ടാകുന്നത് തന്നെ ഇത് ഒരേ ചരിത്ര പുരുഷനെ കുറിച്ചാണെന്നും ഒരേ വ്യക്തിയെ കുറിച്ചാണെന്നും ഒരേ ചരിത്ര സംഭവത്തെ കുറിച്ചാണെന്നും ഉള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ആ തെളിവിന് ഉപോത്ബലകമായി ഞാൻ അവിടെ അവതരിപ്പിച്ചത് പോപ്പിന്റെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സഭയുടെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഓക്സ്ഫോർഡിന്റെ ഏലിന്റെ അടക്കമുള്ള പഠനങ്ങളും റിസർച്ചുമാണ്. ഇതിനോട് അനിലയ്യപ്പൻ നടത്തുന്ന പ്രതികരണവും അതിനുശേഷം നമ്മുടെ രാഹുൽ ഈശ്വരൻ ഉണ്ടാകുന്ന നിരാശ, എന്തുകൊണ്ടാണ് ഇവരോട് സംവദിക്കാൻ സാധിക്കാതിരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യം അനിലയ്യപ്പന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഇദ്ദേഹം ചോദിച്ചല്ലോ പോപ്പിന്റെ നിലപാടിന്റെ കാര്യത്തില്. ഗലാത്യലേഖനം 1-ാം അധ്യായം 8-ാം വാക്യമാണ് എനിക്ക് അതിനുള്ള മറുപടി. എന്നാൽ ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായ ഒരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മനസ്സിലായോ? പോപ്പല്ല, ആരും അപ്പോസ്തലന്മാർ പറയാണ് ഞങ്ങളല്ല സ്വർഗത്തിൽ നിന്നൊരു ദൂതം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ടെണ്ണം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കാൻ നിൽക്കരുത്. ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയിൽ അതാണ് എന്റെ മറുപടി. ഇവിടെ അനിലയ്യപ്പന്റെ ലോജിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന വാദം വെച്ചിട്ട്, ആ വാക്യം വെച്ചിട്ട് മാർപ്പാപ്പ ശപിക്കപ്പെട്ടവനാണെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കൂടെയുള്ള ആളുകൾ കൈയടിക്കുന്നു. അത്രയ്ക്കുള്ള നിലവാരമേ അവർക്കുള്ളൂ. കാരണം ഇവിടെ മാർപ്പാപ്പ ബൈബിളിലെ സുവിശേഷം വിട്ട് ഖുർആനിലെ ഈസാ അലൈഹി ഇസ്ലാം പറയുന്ന സുവിശേഷത്തിലേക്ക് മടങ്ങണമെന്നോ അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് വിശ്വസിക്കുന്നുവെന്നോ ഞാൻ ഇത് വിട്ട് അങ്ങോട്ട് പോകുന്നുവെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ചരിത്രപരമായി ഈ രണ്ടാളുകളും ഒരാളാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സംവാദ വിഷയവും അതുതന്നെയാണ്. അതിനാണ് രാഹുൽ ഈശ്വർ തെളിവ് കൊണ്ടുവന്നത്. അല്ലാതെ ബൈബിളിലെ നിങ്ങളുടെ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നത് നിർത്തി ഖുർആനിലെ ഈസാ നബിയിലേക്ക് നിങ്ങൾ മടങ്ങണമെന്നൊന്നും തന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുകയും മുസ്ലിമായിട്ട് നിൽക്കുകയും, എന്നാൽ ക്രിസ്ത്യാനികൾ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ചും മുസ്ലിങ്ങളും നല്ലത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഈ ഉള്ള എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് പരസ്പരം സ്നേഹത്തോടുകൂടി കോഎക്സിസ്റ്റ് ചെയ്യണം എന്ന വളരെ ഒരു മിനിമം ആവശ്യം മാത്രമേ ഈ സന്ദേശത്തിലൂടെ രാഹുൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ പോലെ ഈ സുവിശേഷം വിട്ട് മറ്റൊരു സുവിശേഷത്തിൽ ചാടിയാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന കോട്ടിംഗ് ഒന്നും രാഹുലിൻ്റെ നേരെയോ അല്ല എങ്കിൽ മാർപ്പാപ്പയ്ക്ക് നേരെയോ അനിലിന് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ ഒരു സാഹചര്യം വിടില്ല. ഇവിടെ മാർപ്പാപ്പ മറ്റൊരു സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഹിസ്റ്റോറിക്കലി ഇത് രണ്ടുപേരും ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞ മാർപ്പാപ്പയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് രാഹുലിന് ഈ സംവാദത്തിൽ കൊണ്ടുവരാം. കാരണം അദ്ദേഹത്തിൻ്റെ വാദം
അത് സ്ഥാപിക്കുക എന്നതായിരുന്നു. എന്നാൽ അനിലിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗലാത്യ ലേഖനം പറഞ്ഞപ്പോൾ എല്ലാ വിഷയങ്ങളും സെറ്റിലായി എന്നാണ് ധരിക്കുന്നത്. കാരണം അത്രയ്ക്കുള്ള ചിന്തിക്കാനുള്ള ശേഷിയെ ഈ അനിലിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഉള്ളൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി അതിനോടുള്ള നമ്മുടെ രാഹുലീഷിൻ്റെ പ്രതികരണം കേൾക്കുക. അദ്ദേഹം അവിടെ വച്ച് ചിന്തിക്കുകയായിരിക്കും, എന്തിനാണ് ഞാൻ ഇവരോട് സംവദിക്കാൻ വന്നത്? കാരണം ഇങ്ങനെയൊക്കെ പറയുന്നവരോട് ഈ സംവദിക്കാൻ എവിടെയാണ് ഒരു സാധ്യത? അദ്ദേഹത്തിന്റെ ആ ഒരു പരിഭവം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. രണ്ട്, അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശക്തമായ നിലപാട് പേരെടുത്ത് പറയാതെ ഭംഗ്യന്തരാണ് അവതരിപ്പിച്ചത്. പോപ്പ് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിബേറ്റിന് സ്പേസ് ഉണ്ടാവില്ല. അതായത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സഭയുടെ ആള് പോപ്പ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും ആരാധനായ, ഞാൻ ഏറ്റവും പോപ്പിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. കൃത്യമായി പോപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യുകയും ഫോളോ ചെയ്യുന്ന വ്യക്തി, എല്ലാ പോപ്പുമാരെയും വളരെ ആദരവോടെ കണ്ടിട്ടുള്ളതാണ്. ആ പോപ്പ് യഥാർത്ഥത്തിൽ തങ്ങൾ പറയുന്ന വ്യാഖ്യാനത്തോടോ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന വ്യാഖ്യാനത്തോടോ യോജിക്കാത്തതുകൊണ്ട് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിബേറ്റിന് സ്പേസ് പോലുമില്ല. അങ്ങനെ സംവാദ മധ്യേ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വറിന് തിരിച്ചറിവ് വരികയാണ്. ഈ 20 വർഷമായിട്ട് മുസ്ലിങ്ങളുമായിട്ട് സംവദിക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന ആളുകളുമായിട്ട് വാസ്തവത്തിൽ സംവദിക്കാൻ ഒരു സ്പേസ് ഇല്ല. കാരണം ഇവരുടെ മുമ്പിൽ ആരുടെ പഠനങ്ങൾ മുമ്പിൽ വെച്ചാലും ഇവരെ സംബന്ധിച്ചോളം ഞാൻ അംഗീകരിക്കുകയില്ല എന്ന ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തള്ളിക്കളയുന്ന ആളുകളാണ്. എന്ന് മാത്രമല്ല, മാർപ്പാപ്പയും അതേപോലെ ആംഗ്ലിക്കൻ സഭയൊക്കെ ശപിക്കപ്പെട്ടവരാണെന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒറ്റ ബുദ്ധികളായിട്ടുള്ള ആളുകളാണ്. ഇനി രാഹുൽജിയോട് നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഈ അല്ലയ്യപ്പൻ തള്ളാൻ തുടങ്ങിയാൽ, ശപിക്കാൻ തുടങ്ങിയാൽ ഇനി എത്ര പേരെ കൂടി ശപിക്കേണ്ടി വരും? ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഒരു കുറേ തെളിവുകൾ മുമ്പിൽ വെക്കാം. ഇവരെയൊക്കെ നമ്മുടെ അല്ലയ്യപ്പൻ ശപിച്ചാൽ അവരൊക്കെ അങ്ങ് ഇല്ലാണ്ടായി പോവുമോ, അതോ ഈ ശപിക്കാനിരിക്കുന്ന അനിലയ്യപ്പൻ്റെ ആണോ കുഴപ്പമെന്നുള്ളത് നമുക്കൊന്ന് വിലയിരുത്താം. അതിനു മുമ്പ് രാഹുൽജി പറഞ്ഞ ഈ വാദങ്ങളെയൊക്കെ ഞാൻ തള്ളിക്കളയുന്നു എന്ന് പറയുന്നതിന് വേണ്ടി അനിൽകുമാർ അയ്യപ്പൻ പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം പറയുന്നുണ്ട്. വാസ്തവത്തിൽ അതും ഈ ചർച്ചയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. അത് നിങ്ങൾക്കൊന്ന് കേട്ടു നോക്കാം. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11:4 ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ വേറൊരുത്തം വന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ സഹിക്കുന്നത് പൊറുക്കുന്നത് ആശ്ചര്യം, നിങ്ങൾ വഞ്ചിക്കപ്പെടരുതെന്നാണ് പറയുന്നത്. ഈ ഒരു സംവാദത്തിലേക്ക് അനിലയ്യപ്പൻ ഈ കൊരിന്ത്യ ലേഖനമൊക്കെ എടുത്ത് വായിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ ഹിസ്റ്റോറിക്കലി ഈ രണ്ടാളുകളും ഒന്നാണോ എന്ന വിഷയത്തിലാണല്ലോ തർക്കം, അല്ലാതെ തിയോളജിക്കൽ ഡിസ്പ്യൂട്ടിനെ കുറിച്ചിട്ടല്ല. ഇവിടെ താങ്കൾ കൊണ്ടുവന്ന ഈ ചർച്ചയിൽ ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം എന്ന് പറയുന്നത് വേറെ, ഈ നമ്മൾ പറയുന്ന ഈ യേശു അല്ലാത്ത വേറൊരു യേശു എന്ന് പറഞ്ഞൊരു വ്യക്തി, അല്ലെങ്കിൽ കുറേ യേശുമാരവിടെ ജീവിക്കുകയും അവരെല്ലാം ഞങ്ങൾ ക്രിസ്തുവാണ് അല്ലെങ്കിൽ മിശിഹയാണെന്ന് ക്ലെയിം ചെയ്യുകയും അങ്ങനെ അവർ ഓരോരുത്തരും ഓരോരോ സുവിശേഷം പറയുകയും അങ്ങനെ അതിൻ്റെ പല പല ഗ്രൂപ്പുകൾ ഉണ്ടായി കുറേ യേശുമാരും കുറേ ക്രിസ്തുമാരും അവർക്കെല്ലാം പല സുവിശേഷങ്ങളും ആയിരുന്നു എന്നാണോ അതിലുള്ളത്? ആണോ? ഇതേ അധ്യായത്തിൻ്റെ ഇപ്പോൾ ഈ വായിച്ചത് 4 ആണെങ്കിൽ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ എതിർക്കുന്ന ആളുകൾ അവർ എങ്ങനെയുള്ളവരാണെന്ന് പറയുന്നുണ്ട്. എന്താ അവരെ കുറിച്ച് പറയുന്നത്? അവർ എബ്രായരോ, ഞാനും അതെ. അവർ ഇസ്രയേലിയരോ, ഞാനും അതെ. അവർ അബ്രഹാമിൻ്റെ സന്തതിയോ, ഞാനും അതെ. അവർ ക്രിസ്തുവിന് ശുശ്രൂഷകന്മാരോ, ഞാൻ അവരെക്കാൾ അധികം. അപ്പോൾ ആരെയാണ് ഈ എതിർക്കുന്നത്? പൗലോസ്ലീഹ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വിയോഗശേഷം അല്ലെങ്കിൽ യേശു ഭൂമിയിൽ നിന്നും ആകാശലോകത്തേക്ക് പോയതിന് ശേഷമുള്ള ഒരു 25-30 വർഷത്തിനിടയിൽ നടക്കുന്ന ഈ ചർച്ച. ഈ രണ്ടാളുകളും ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു യേശുവിനെ കുറിച്ച് തന്നെയല്ലേ പറയുന്നത്? അതല്ല 2 യേശുകളുണ്ടോ 3 യേശു ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ പൗലോസിൻ്റെ ഒപ്പോണൻസ് എന്ന് പറയുന്ന ആളുകൾ അവർ എബ്രായരും ഇസ്രായേലിയരും അബ്രഹാമിൻ്റെ സന്തതിയും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാരുമായിട്ടുള്ള യഹൂദ ക്രൈസ്തവരാണ്. ആ യഹൂദ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞു യേശുവിൽ വിശ്വസിച്ചതിന് ശേഷവും തോറയുടെ നിയമങ്ങൾ അനുസരിച്ചാലേ രക്ഷപ്പെടൂ. നേരെ മറിച്ച് പൗലോസ്ലീഹ പറഞ്ഞു യേശുവിനെ വിശ്വസിച്ചതിന് ശേഷം നിയമങ്ങൾ തോറ അനുസരിക്കേണ്ടതില്ല, കാരണം കൃപ കൊണ്ടാണ് രക്ഷ. ഈ ഡിസ്പ്യൂട്ടാണ് ഈ 1-ാം കാലഘട്ടത്തിൽ പൗലോസിൻ്റെയും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിലും അതേപോലെ അവിടെ ഉണ്ടായിരുന്ന യഹൂദ ക്രൈസ്തവരുടെ ഇടയിലും ഒക്കെ നടക്കുന്ന ഡിസ്പ്യൂട്ട്. അതല്ലാതെ ഇവിടെ വേറൊരു യേശു, വേറൊരു സുവിശേഷം എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി അത് 2 യേശു ആയിരുന്നു. ഒരാൾ ഗലീലയിലും ഒരാൾ അന്റാർട്ടിക്കയിലുമാണെന്നൊന്നും ആരും, വിവരമുള്ള ആളുകൾ, ഈ വിഷയങ്ങൾ പഠനം നടത്തുന്ന ആളുകൾ ആരും തന്നെ പറയുകയില്ല. ഇനി നമുക്ക് സംവാദത്തിൽ നമ്മുടെ രാഹുൽ ഈശ്വർ മാർപ്പാപ്പയെ കൊണ്ടുവന്നു, ആംഗ്ലിക്കൻ സഭയെ കൊണ്ടുവന്നു, യൂണിവേഴ്സിറ്റി പഠനങ്ങൾ കൊണ്ടുവന്നു. അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞു അവരൊക്കെ ശപിക്കപ്പെട്ടവരാണ്. ഖുർആനിലെ ഈസയും
ബൈബിളിലെ യേശുവും ഒന്നാണെന്ന് പറഞ്ഞാൽ അവർ ശപിക്കപ്പെട്ടവരാണ്, അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല എന്ന് പറയുമ്പോൾ, ഇനി ഞാനൊരു ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് തരാൻ പോവാണ്. അവരെ എല്ലാം നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ ശപിച്ച് തീർക്കുമോ അതല്ല മിണ്ടാതിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അനിൽകുമാർ അയ്യപ്പൻ്റെ തന്നെ പുസ്തകമാണ്. അനിൽകുമാർ അയ്യപ്പൻ എം അക്ബറിന് മറുപടി എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകം 2 തവണ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 2009 2000 കോപ്പി, അതിനുശേഷം 2019 2000 കോപ്പി വീണ്ടും ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ 127 പേജിൽ അദ്ദേഹം പറയുന്നു, ഖുർആനിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ നോക്കുക. ഈസായെക്കുറിച്ചിട്ടല്ല, യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ നോക്കുക. പരിശുദ്ധൻ, അത് സൂറത്ത് മറിയമിൽ 19 വാക്യത്തിലുണ്ട്. അൽ മസീഹ് മഷിഹ സൂറ 3, അതേപോലെ തന്നെ ഇമ്രാൻ കുടുംബം 45 2 സൂറത്തിലുണ്ട്. കലിമത്തുള്ള, കലിമത്ത് വചനം സൂറ 3 ആലിമ്രാനിലുണ്ട്. സൂറത്ത് നിസ സ്ത്രീകൾ എന്ന് പറയുന്ന ഖുർആൻ സൂറത്തിലുമുണ്ട്. റൂഹുള്ള സൂറ 4, അതേപോലെ തന്നെ സൂറ 2 ഈ കാര്യം പറയുന്നുണ്ട്. റസൂൽ ദൂതൻ സൂറ 3 പറയുന്നുണ്ട്. മിനസ്വാലിഹീൻ സദ്വൃത്തൻ എന്ന് സൂറ 3 പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഉദാഹരണം എന്നുള്ള രൂപത്തിൽ സൂറ 43 പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി. എന്നാൽ മുഹമ്മദിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നബി, റസൂൽ എന്ന വാക്കുകൾ മാത്രം. ഖുർആൻ പ്രകാരം ഇവരിൽ ആരാണ് ശ്രേഷ്ഠൻ? ഖുർആനിലെ ഏതെങ്കിലും ഈസാ നബിയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാലഘട്ടത്തിലെ ഈസയെക്കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് യേശുവുമായിട്ട് ഉള്ളൊരു കമ്പാരിസൺ എന്തിനു കൊണ്ടുവരണം? താങ്കൾ പറയുന്നത് ഖുർആനിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ നോക്കുക എന്നാണ്. ഇനി താങ്കളുടെ പുസ്തകത്തിൻ്റെ 124 പേജിൽ യേശുവിനെ പരിശുദ്ധൻ എന്ന് ഖുർആൻ വിളിക്കുന്നു. അദ്ദേഹം ജിബ്രീൽ പറഞ്ഞു, പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ രക്ഷിതാവ് അയച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ. സൂറത്ത് മറിയം 19 വാക്യം. ഇവിടെ യേശുവിനെ പരിശുദ്ധൻ എന്ന് ഖുർആൻ വിളിക്കുന്നു. ഇത് എഴുതുന്നത് ആരാ? രാഹുലുമായിട്ട് സംവദിച്ചുകൊണ്ട് നിൽക്കുന്ന അനിലയ്യപ്പൻ എഴുതിയതാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ 337 പേജിൽ യേശു മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ വ്യത്യാസം, യേശുവിൻ്റെ ജനനം അമാനുഷികമായിരുന്നു. മത്തായി 1, ലൂക്കോസ് 1, ഇത് 2 ബൈബിളിലെയാണ്. മൂന്നാമത്തെ കോട്ടിങ് താങ്കൾ കൊടുത്തിരിക്കുന്നത് ഖുർആൻ സൂറത്ത് മറിയം 19. എന്നാൽ മുഹമ്മദിൻ്റെ ജനനം സാധാരണമായിരുന്നു. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ജനനം അമാനുഷികമായിരുന്നു എന്ന് ഖുർആനിലുണ്ട് എന്ന് എഴുതിയേക്കുന്നത് ആരാ? അനിൽകുമാർ അയ്യപ്പനല്ലേ? ഇനി അതേ പുസ്തകത്തിൻ്റെ 338 പേജിൽ യേശു പാപമില്ലാത്തവനായിരുന്നു, അവനിൽ പാപമില്ല. 1 യോഹന്നാൻ 3:5, അത് ബൈബിളാണ്. അതിൻ്റെ തൊട്ടടുത്ത വരി, യേശുവിനെ പരിശുദ്ധൻ എന്ന് ഖുർആൻ വിളിക്കുന്നു. സൂറത്ത് മറിയം 19. വളരെ കൃത്യമായിട്ട് അനിലയ്യപ്പൻ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈസ വേറെ യേശു വേറെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഇതിങ്ങനെ തികട്ടി വരും. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഞാൻ ഈ പറയുന്നത് കാമ്പുള്ള കാര്യമല്ല. ഇവിടെ യേശുവിനെ പരിശുദ്ധൻ എന്ന് ഖുർആൻ വിളിക്കുന്നു എന്ന ആയത്തിൽ ഈസ എന്ന് തന്നെയല്ലേ എഴുതിയേക്കുന്നത്. ആ ഈസയെക്കുറിച്ച് പറഞ്ഞത് എന്തിനാണ് ഈ യേശുവിൻ്റെ പേരിൽ ചാർത്തിയതെന്ന് അല്ലെങ്കിൽ അനിൽകുമാർ അയ്യപ്പൻ പറയണം. അപ്പോൾ എങ്ങനെയാണ് ഇനിയും മാർപ്പാപ്പയെ ശപിച്ചതുപോലെ സ്വന്തമായി ശപിച്ച് ഈ പുസ്തകമൊക്കെ പിൻവലിച്ച് ഈ 4000 കോപ്പി ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്തതിന് പരസ്യമായിട്ട് മാപ്പും പറയാൻ വല്ലതും ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് അറിയിക്കണം. ഇനി അടുത്തത്, നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ 1800 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ബൈബിൾ പ്രസിദ്ധീകരണശാല, അവർ പുറത്തിറക്കിയിരിക്കുന്ന ഒരു ബൈബിൾ, ആ ബൈബിളിൻ്റെ പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഏറ്റവും പുറകിൽ കൊടുത്തിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ ഈസാ മസീഹിൻ്റെ ഇഞ്ചിയിലും പഠനക്കുറിപ്പുകളും. അറിയാം, ഈസാ മസീഹിൻ്റെ. ഇനി അതിൻ്റെ തുടക്കത്തിൽ നിത്യജീവൻ്റെ വചനം, അവിടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത് ഈസാ മസീഹിൻ്റെ ഇഞ്ചിയിലും അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളും ഈസായുടെ വളരെ അടുത്ത സഹാബിയായ ലൂക്കോസ് എഴുതിയ പ്രകാരം എന്ന് പറഞ്ഞ് ബൈബിളിലെ ലൂക്കോസിൻ്റെ സുവിശേഷമാണ് ഇതിനകത്തുള്ളത്. ആ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതുമ്പോൾ യേശു എന്നല്ല എഴുതിയിരിക്കുന്നത്, ഈസ എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം മുസ്ലിങ്ങളുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം നടത്താൻ വേണ്ടി ഇറക്കിയ പുസ്തകമാണ്. അതുകൊണ്ട് മുസ്ലിം ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മുസ്ലിയാരെന്നും ബൈബിളിൽ പുരോഹിതൻ എന്ന് പറയുന്ന വാക്കിനെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവുക മുസ്ലിയാർ.
അതേപോലെ പ്രായശ്ചിത്തം ചെയ്തു, പാപമോചനം തേടി എന്നൊക്കെ പറഞ്ഞാൽ തൗബ ചെയ്തു. ഇങ്ങനെ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ എഴുതുക. ഇനി അതിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ കാണാം, കാലസമ്പൂർണതയിൽ ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ രക്ഷകനായി ഈസാ മസീഹിനെ റബ്ബിൽ ആലമീനായ തമ്പുരാൻ അയച്ചു. ഈസാ മസീഹിൻ്റെ ജീവിതവും ശുശ്രൂഷയും അദ്ദേഹം വെളിപ്പെടുത്തിയ സത്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹാബികൾ രേഖപ്പെടുത്തി. അത് ബൈബിളിൻ്റെ ഭാഗമായ ഇഞ്ചീൽ ഷെരീഫ് എന്ന പുതിയ നിയമത്തിൽ കാണുന്നു. ഇനിയും 4 ഇഞ്ചീലുകളാണുള്ളത്. പുതിയ നിയമത്തിൽ മൊത്തം 27 കിതാബുകൾ, 4 ഇഞ്ചീലുകളുണ്ട്. ഒന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈസായുടെ ഏറ്റവും അടുത്ത സഹാബികൾ രേഖപ്പെടുത്തിയ ഈസായുടെ ഇഞ്ചീലിൻ്റെ 4 വിവരണങ്ങളാണിവ. ഇതാരാ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിലാണ് ഈസാ മസീഹിൻ്റെ സുവിശേഷം. ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി ഇറക്കിയതാണ്. ഇതും ബൈബിളിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകളാണോ? ആരാ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന ആരാ? റവറൻ ഡോക്ടർ ലീലാവതി വെമൂറി എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അതിൻ്റെ തലപ്പത്തുള്ളത്. ഈസ് ദ സീനിയർ പാസ്റ്റർ ഓഫ് ജഹോവ ഷാലേം ചർച്ച്. ഷീ ഈസ് ദ റെസിപ്പിയൻ ഓഫ് മേരി ജോൺസ് അവാർഡ് ഗിവൺ ബൈ ദ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി ഇൻ May 2016 at the World Assembly of the United Bible Societies in Philadelphia, USA. അപ്പോൾ ലോകരെല്ലാം അംഗീകരിക്കുന്ന ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, അത് 1811 മുതൽ പ്രവർത്തിക്കുന്നതാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ബൈബിൾ വിതരണം ചെയ്യുകയാണ് ഇവരുടെ മിഷൻ എന്ന് പറയുന്നത്. ആ ആളുകൾ ഇറക്കിയ ബൈബിളിനകത്ത് ഈസാ മസീഹ്. അപ്പോൾ അതിനെ തള്ളണം. ആദ്യം സ്വയം ശപിക്കണം, പിന്നെ ബൈബിൾ സൊസൈറ്റിക്കാരെ ശപിക്കണം. ഇനി അടുത്തത് ശപിക്കാനുള്ള ലിസ്റ്റിൽ അതുള്ളത് നമ്മുടെ ബിഷപ്പ് പാംപ്ലനി അച്ഛനും അതേപോലെ തന്നെ നമ്മുടെ മാർ ജോസഫ് കല്ലറങ്ങാട് പിതാവുണ്ടല്ലോ, നമ്മുടെ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആ ആളുകൾ, ഇവരെല്ലാം കൂടെ എഴുതിയ ഇവരുടെ ആധികാരികതയിൽ പുറത്തിറക്കപ്പെടുന്ന പുസ്തകം പരിശുദ്ധ തൃത്വം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് അവരാണത് പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് എന്ന് പറയുന്നത് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലനി പിതാവൊക്കെയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഇതിൻ്റെ ആധാര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതിൽ 3ാമത്തെ പുസ്തകം കൊടുത്തിരിക്കുന്നത് മാർ ജോസഫ് കല്ലറങ്ങാട്. അദ്ദേഹത്തിൻ്റേതാണ് ഈ പുസ്തകത്തിൽ വന്നിരിക്കുന്ന ഒരു ഭാഗം. ആ പുസ്തകം എന്ന് പറയുന്നത് പബ്ലിഷ്ഡ് ഫോർ ദ യൂസ് ഓഫ് ദി സ്റ്റുഡൻസ് ഓഫ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്. അപ്പോൾ അവിടുത്തെ സെമിനാരിൽ പഠിപ്പിക്കാനുള്ള പുസ്തകമാണ്, അവരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന പുസ്തകമാണ്. അതിലെഴുതിയേക്കുന്നത് നോക്കൂ, അടിസ്ഥാനപരമായി ദൈവം ഏകനാണ്. എന്തെന്നാൽ ദൈവം ഒന്നേ ഉള്ളൂ. പഴയ നിയമത്തിൻ്റെയും യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും വിശ്വാസം ഇതാണ്. പൊതുവെ ക്രൈസ്തവരുടെ വിശ്വാസവും ഇത് തന്നെ. അപ്പോൾ പഴയ നിയമത്തിൻ്റെ, യഹൂദരുടെ, മുസ്ലിങ്ങളുടെയും വിശ്വാസം ഇത് തന്നെയാണ്. പൊതുവെ ക്രൈസ്തവരുടെയും വിശ്വാസം ഇത് തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്ന് മുന്നോട്ട് പോകണം. കാരണം ഒന്നിലിരുന്നാൽ പോരാ, 3 പേരടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ത്രിയേകത്വം. അതിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. ഒരുവൻ്റെ ഏകാഗിതയിൽ നിന്ന് 3 ദൈവിക വ്യക്തികളുടെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ കൂട്ടായ്മയിലേക്ക് നാം മുന്നോട്ട് പോകണം എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇവിടെ പാംപ്ലനി പിതാവുണ്ട്, നമ്മുടെ കല്ലറങ്ങാട് ബിഷപ്പുണ്ട്. ഇവരെല്ലാം കൂടെ ഇറക്കിയ പുസ്തകത്തിൽ മുസ്ലിങ്ങളുടെ ദൈവവിശ്വാസവും പഴയ നിയമത്തിൻ്റെയും യഹൂദരുടെയും വിശ്വാസവും എല്ലാം തന്നെ അടിസ്ഥാനപരമായി ഒരൊറ്റ ദൈവത്തിലാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവരെ പുറത്താക്കണോ, ഇവർ ശപിക്കപ്പെട്ടവരാണോ, അത് ഇനി നിങ്ങൾ തീരുമാനിക്കുക. ഇനി അടുത്തത്, നമ്മുടെ അനിൽകുമാർ അയ്യപ്പനെ ശപിക്കാൻ നമ്മൾ മുമ്പിൽ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ വളരെ പ്രബലമായ വിഭാഗമായിട്ടുള്ള ഓർത്തഡോക്സുകാർ. അതിനകത്ത് ബാവ കക്ഷിയുണ്ട്, മെത്രാൻ കക്ഷിയുണ്ട്. ഈ ബാവ കക്ഷി എന്ന് പറഞ്ഞാൽ അവരെ ജാക്കോബൈറ്റ്സ് എന്ന് വിളിക്കും, മെത്രാൻ കക്ഷിയെ നമ്മൾ ഓർത്തഡോക്സുകാരെന്ന് വിളിക്കും. ഇവർ പിരിയുന്നതിന് മുമ്പ് ഇവർ പൊതുവായി 2 കൂട്ടരും അംഗീകരിച്ചിരുന്നത് സിറിയക് ഓർത്തഡോക്സ് പാട്രിയാർക്ക് ഓഫ് അന്ത്യോഖിനെയാണ്. അന്ത്യോഖ്യയിലുള്ള പാത്രിയർക്കീസിനെ അംഗീകരിച്ചാണ് ഇവർ മുന്നോട്ട് പോയത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, അവർ കേരളത്തിൽ തന്നെ ഒരു ലീഡർഷിപ്പിൻ്റെ കീഴിലേക്ക് മെത്രാൻ കക്ഷി മാറുന്നത്. ഏതായാലും ശരി, ഇവരുടെ ആത്മീയ സിംഹാസനം എന്ന് പറയുന്ന സിറിയക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അന്ത്യോക്ക്, അവരുടെ അന്ത്യോഖ്യയിലുള്ള ആ ആത്മീയ സിംഹാസനത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതിൽ നിങ്ങൾ നോക്കിയാൽ എ ഷോർട്ട് ഓവർവ്യൂ ഓഫ് ദി കോമൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് ഒരു ആർട്ടിക്കിൾ കാണാം. 2010 മാർച്ച് 5 പ്രസിദ്ധീകരിച്ചതാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആ ചരിത്രം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇവർക്ക് മുസ്ലിം സമൂഹവുമായിട്ട് വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു.
കാരണം AD 431 ഒരു കാൽസിഡൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ ക്രൈസ്തവ നേതൃത്വം കൂടുകയും അതിൽ വ്യത്യസ്തമായ വീക്ഷണം പുലർത്തിയതിൻ്റെ പേരിൽ കത്തോലിക്കരും ഗ്രീക്ക് ഓർത്തഡോക്സുകാരും അടങ്ങുന്ന ആളുകൾ ഇവരെയെല്ലാം പുറത്താക്കിക്കൊണ്ട് ഇവരെ ഈ പുറത്താക്കി ഹെറസിയുടെ ആളുകളുടെ കൂട്ടത്തിൽ ഇവരെ ആക്കുകയും ഇവർക്കെതിരെ വലിയ പെർസിക്യൂഷനും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പീഡനങ്ങൾ ഇവർ സഹിക്കുന്ന സമയത്ത് ഹിറാക്ലിയസിൻ്റെ കാലത്ത് ഇവരുടെ മൊണാസ്ട്രിയും അതേപോലെ ധാരാളം പ്രശ്നങ്ങൾ ഇവർ നേരിടുന്ന ആ കാലഘട്ടത്തിൽ അപ്പോഴാണ് മുസ്ലിങ്ങളുടെ സൈന്യം ആ ഭാഗത്തേക്ക് വരുന്നതും ഇവർ ഈ സിറിയൻ ഓർത്തഡോക്സ് ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സുറിയാനി ക്രൈസ്തവർ എന്ന് പറയുന്ന മുഴുവൻ ആളുകളുടെയും ആ പൂർവികരായിട്ടുള്ള ആളുകൾ അവർ മുസ്ലിം സൈന്യത്തിനെ വെൽക്കം ചെയ്യുകയും ഇവരെല്ലാം കൂടെ ചേർന്ന് മുസ്ലിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ബൈസന്റൈൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അങ്ങനെയാണ് അവിടെ മുസ്ലിങ്ങൾക്ക് അവിടെ ഭരണം നേടാൻ സാധിച്ചത് എന്ന് ഈ ലേഖനത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഇവർ ആ ഹിസ്റ്ററി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളിലെ ആദ്യകാല സമൂഹങ്ങളുമായിട്ട് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടക്കുന്നത് 632 കാലഘട്ടങ്ങളിലാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ സിറിയ, ദമസ്കസ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ വരികയും ഇവർക്ക് നേരിട്ട് സഹാബാക്കളുമായിട്ടും അതേപോലെ ഖലീഫമാരുമായിട്ടുമൊക്കെ ഇവർക്ക് ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. ആ ഇസ്ലാമിക് ഗവൺമെൻറ്റിൽ ധാരാളം സുറിയാനി ക്രൈസ്തവർ വർക്ക് ചെയ്യുകയും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നേരിട്ട് മുസ്ലിങ്ങൾ എന്താണ് എന്ന് അറിയുന്ന ആളുകളാണ്. അല്ല എങ്കിൽ മറ്റിതര അല്ലെങ്കിൽ വെസ്റ്റേൺ ചർച്ചുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ ഈ അറബികളുടെ ഇടയിൽ പ്രചരിക്കുന്ന ഈ ആശയം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്നത് ഈ പറയപ്പെടുന്ന ഈസ്റ്റേൺ ചർച്ചുകളെയാണ്. ആ ചർച്ചിൻ്റെ ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ ആർട്ടിക്കിളിൽ അവർ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഈ ആർട്ടിക്കിളിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 7ാമത്തെ പേജിൽ കാണാം, ദ ഖുർആൻ ഓൾസോ അറ്റസ്റ്റ് that Jesus was not born of human conception, but that God breathed his spirit into Mary. In addition, there are sayings in the Quran that summarize the supernatural appearance of Christ. The Quran attests also the creative power of Jesus Christ. This testimony was not given to anybody else. Thus it says the following in the Surah of Al Imran എന്ന് പറഞ്ഞ് വളരെ ഡീറ്റെയിൽ ചെയ്ത് മലക്ക് മറിയം ബീവിയോട് സംസാരിക്കുന്നതൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ പറയുന്ന ഈസയും ബൈബിളിൽ പറയുന്ന യേശുവും ഒക്കെ ഒന്ന് തന്നെയാണോ? അവർ പറയുന്നത് ദ ഖുർആൻ ഓൾസോ അറ്റസ്റ്റ് ദാറ്റ് ജീസസ്, ഏതെല്ലാം ഈസയെക്കുറിച്ചിട്ടല്ല, ജീസസ് വാസ് നോട്ട് ബോൺ ഓഫ് ഹ്യൂമൻ കൺസെപ്ഷൻ എന്ന് പറഞ്ഞ് അവർ പറയുമ്പോൾ അത് ജീസസിനെ കുറിച്ച് തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അനിൽകുമാർ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സുകാർ അവരും ശപിക്കപ്പെട്ടവരാണെന്ന് പറയുമോ? നമ്മുടെ ഇവിടുത്തെ ബാവ കക്ഷിയും മെത്രാൻ കക്ഷിയും ഒക്കെ ശപിക്കപ്പെട്ടവരാണെന്ന് പറയുമോ? ഇനി അവരുടെ ഏറ്റവും വലിയ വിശുദ്ധൻ തുടക്ക കാലഘട്ടത്തിലുള്ള സെൻറ്റ് ജോൺ ഓഫ് ഡമസ്കസിലെ സെൻറ്റ് ജോൺ, അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താ? അദ്ദേഹത്തിൻ്റെ ചരിത്രം കത്തോലിക്കരുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാം. സെൻറ്റ് ജോൺ വാസ് ബോൺ ഇൻ 676 ഇൻ ഡമസ്കസ്. അദ്ദേഹം ജനിക്കുന്നത് 676. പ്രവാചകൻ മരണപ്പെടുന്നത് 632 വെറും 44 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ സെൻറ്റ് ജോൺ ദമസ്കസിൽ ജനിക്കുന്നുണ്ട്. ആ ദമസ്കസിൽ ജനിക്കുന്ന സമയത്ത് ഈ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ തലസ്ഥാനം ഒന്ന് ദമസ്കസാണ്. മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് മാറിയ കാലഘട്ടമാണ്. ഈ സെൻറ്റ് ജോണിൻ്റെ പിതാവ് ഈ മുസ്ലിം ഭരണകൂടത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, ജോൺസ് ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിൻ്റെ വാപ്പാടെ വാപ്പ, വാസ് എ പ്രോമിനൻറ്റ് ബൈസന്റൈൻ ടാക്സ് ഒഫീഷ്യൽ ഹു ഓൾസോ വർക്ക്ഡ് അണ്ടർ ദി കാലിഫ് ഫോളോയിങ് ദ മുസ്ലിം കോൺക്വസ്റ്റ്. അദ്ദേഹം ബൈസന്റൈക്കാരുടെയും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുസ്ലിങ്ങൾ ഭരണം പിടിച്ചതിന് ശേഷം മുസ്ലിം ഭരണത്തിന് കീഴിലും അദ്ദേഹം ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്റ് ജോണിനെ കുറിച്ചും കാണാം. അദ്ദേഹവും ഈ പഠനത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിം ഭരണത്തിൻ്റെ കീഴിൽ അവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം വർക്ക് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ആ ജോലിയൊക്കെ വിട്ടിട്ട് ജെറുസലേമിലുള്ള മാർ സഭ മൊണാസ്ട്രിയിൽ അദ്ദേഹം പോയിട്ട് പഠിച്ചു. ഇങ്ങനെയുള്ള ഈ വ്യക്തി ഇസ്ലാമിനെതിരായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഈ പുസ്തകത്തിൽ ഇദ്ദേഹം ഈ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് തന്നെ ദ ഹെറസി ഓഫ് ഇസ്മായിലൈറ്റ്സ്, ഇസ്മായിലിയരുടെ ഇടയിൽ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മകനായ ഇസ്മായിലിയരുടെ ഇടയിൽ പ്രചരിച്ചിരിക്കുന്ന ഹെറസി, പാഷാണ്ഡത അല്ലെങ്കിൽ ക്രൈസ്തവതയ്ക്ക് വിരുദ്ധമായ ഒരു പ്രചരണം എന്ന രൂപത്തിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് തന്നെ. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഇവർ ഇസ്മായിലിയരാണ്, ഹാഗാറിൻ്റെ മക്കളാണ്, അതുകൊണ്ട് തന്നെ ഇവരെ അഗാരിൻസ് എന്നോ അല്ലെങ്കിൽ ഇസ്മായിലൈറ്റ്സ് എന്നോ ആണ് വിളിക്കുന്നത്. ഇവർ മുമ്പ് വിഗ്രഹാരാധനയിലാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഹിറാക്ലിയസിൻ്റെ കാലഘട്ടത്തിൽ ഇവരുടെ ഇടയിൽ നിന്നും
ഒരു വ്യാജ പ്രവാചകൻ മുഹമ്മദ് എന്ന പേരിൽ രംഗത്ത് വരുന്നു. ഒരു പക്ഷേ ഇദ്ദേഹം പഴയ നിയമമോ പുതിയ നിയമമോ ഒക്കെ വായിച്ചിട്ടുണ്ടാകാം. അല്ല എങ്കിൽ ഇദ്ദേഹം ഈ ത്രിയേകത്വം നിഷേധിക്കുന്ന അരിയൂസിൻ്റെ വാദക്കാരായിട്ടുള്ള ഏതെങ്കിലും പ്രീസ്റ്റുകളുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം സ്വന്തമായ ഒരു ഹെറസി, അല്ലെങ്കിൽ ഇന്ന് ക്രിസ്തുമതം പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായ ഒരു ഹെറസി, പുതിയൊരു ആശയം അവിടെ രൂപപ്പെടുത്തി. എന്ന് വെച്ചാൽ ഈ ക്രൈസ്റ്റും ഈസയും മേരിയും ഇതെല്ലാം ഒന്ന് തന്നെ, എന്നാൽ വേറൊരു ആശയം എന്ത് ചെയ്തു, അദ്ദേഹം പ്രചരിപ്പിച്ചു. അങ്ങനെ യേശുവിനെ കുറിച്ച് എന്തൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്, അതേപോലെ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്, അതേപോലെ തന്നെ മേരിയെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്, അതേപോലെ ക്രൂസിഫിക്കേഷനെ നിഷേധിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പുസ്തകം എഴുതുന്നത് ഏത് കാലഘട്ടത്തിലാണ്? പ്രവാചകനെ കണ്ട ആളുകൾ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സഹാബാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജീവിക്കുമ്പോൾ തന്നെ ഇസ്ലാമിനെതിരായിട്ട് പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് സെൻറ്റ് ജോൺ ഓഫ് ഡമസ്കസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം സ്വാതന്ത്ര്യം അവിടെ സുറിയാനി ക്രൈസ്തവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്നു എന്നത് നമുക്കവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഇദ്ദേഹത്തിനെയും ഈ അനിൽകുമാർ അയ്യപ്പൻ പറയുന്നത് പോലെയാണെങ്കിൽ തള്ളിക്കളയണ്ടേ? ഡിസംബർ 4 ഇദ്ദേഹത്തിനെ ഓർക്കാനുള്ള ദിവസമായി ക്രൈസ്തവ കമ്മ്യൂണിറ്റി, അത് കത്തോലിക്കരും അതേപോലെ ഈസ്റ്റേൺ ഓർത്തഡോക്സും ഒക്കെ വലിയ ആദരിക്കുന്ന ഇദ്ദേഹത്തിനെ, പ്രവാചകൻ്റെ സഹാബാക്കളെ നേരിട്ട് കണ്ടിട്ടുള്ള ഇദ്ദേഹത്തിനെ, അദ്ദേഹത്തിനെക്കാട്ടിൽ കൂടിയ അറിവാണോ നമ്മുടെ അനിൽകുമാർ അയ്യപ്പനുള്ളത്? ഇനി അടുത്തത് ബ്രദറൻ സമൂഹത്തിൽ നിന്നും പെന്തക്കോസിലേക്ക് മാറിയ ജെ.സി. ദേവ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ആഗോള ക്രൈസ്തവ സഭ നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ 323 പേജിൽ കാണാം, യഹൂദന്മാരും ക്രൈസ്തവരും അംഗീകരിക്കുന്ന ബൈബിളിന് ശേഷം ക്രോഡീകരിക്കപ്പെട്ട ഖുർആനിൽ ബൈബിൾ ചരിത്രവും ബൈബിൾ സംഭവങ്ങളും ആവർത്തിച്ച് പരാമർശിക്കുന്നത് കാണാം. ചരിത്രത്തിന് ഖുർആൻ അവലംബമാക്കുന്നത് ബൈബിളിനെയാണ്. ആദം, ഇയോബ് (ബ്രാക്കറ്റിൽ അയ്യൂബ്), അബ്രഹാം, ഇബ്രാഹിം, ദാവീദ്, ദാവൂദ്, മോശ, മൂസ, ലോത്ത്, ലൂത്ത്, ശലോമോൻ, സുലൈമാൻ, യോന, യൂനുസ്, യാക്കോബ്, യാക്കൂബ്, ജോസഫ്, യൂസുഫ്, യേശു, ഈസ, മറിയം ബീവി തുടങ്ങിയവരുടെ ചരിത്രം ഖുർആനിലുണ്ട്. ബൈബിൾ ചരിത്രത്തിനും ബൈബിൾ പ്രമേയത്തിനും ഇസ്ലാമിക വീക്ഷണം അനുസരിച്ചുള്ള ഭേദഗതികളോടെയാണ് ഖുർആനിൽ എഴുതിയിരിക്കുന്നത് എന്ന് മാത്രം. ഇത് ജെ.സി. ദേവിൻ്റെ പുസ്തകമാണ്. ഇത് എഴുതിയതിൻ്റെ പേരിൽ ഇദ്ദേഹവും ശപിക്കപ്പെട്ടവനാണോ? ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹവും ശപിക്കപ്പെട്ടവനാണ് എന്ന് നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ പറയുമോ? അനിൽകുമാർ അയ്യപ്പൻ തന്നെ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞതിന് ശേഷം വേണം ഇതൊക്കെ പറയാൻ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി അടുത്തത് നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ്റെ തന്നെ സഭയിലെ ആളുകൾ, ബ്രദറൻ സഭ, അവരിറക്കിയ പുസ്തകം. അവരുടെ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടുള്ള ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ്, എം അക്ബർ സാഹിബുമായിട്ടൊക്കെ ഡിബേറ്റ് നടത്തിയ ആൾ, അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ്, സമ്പൂർണ്ണ ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം. അതിൻ്റെ 496 പേജിൽ കാണാം, ക്രിസ്തീയ വിശ്വാസത്തെയും ഉപദേശത്തെ നിഷേധിക്കുന്ന ഖുർആനിലെ വചനങ്ങൾ. ഖുർആൻ തൃത്വത്തെ നിഷേധിക്കുന്നു. സൂറ 3:79-80. ഖുർആൻ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. സൂറ 4:171. ഖുർആൻ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നതും നിഷേധിക്കുന്നു. സൂറ 4:17. ഖുർആൻ യേശുവിൻ്റെ ക്രൂശീകരണത്തെ നിഷേധിക്കുന്നു. സൂറ 4:156. ഈ ഈസയും യേശുവും ഒരാളായതുകൊണ്ടല്ലേ ഈ പറയുന്നത്? അല്ലെങ്കിൽ ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് യേശുവിനെ കുറിച്ചിട്ട് അല്ല എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അപ്പോൾ ഈ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഇത് രണ്ടുപേരും ഒരാളാണോ എന്നുള്ള വിഷയത്തിലല്ല, നേരെ മറിച്ച് ഒരാളെക്കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണം പുലർത്തുന്നതുകൊണ്ടാണ് ഇവിടെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതും ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നതും. ഇനി മുസ്ലിം വീടുകളിലേക്ക് ഇവർക്ക് സുവിശേഷം പറയാൻ വരുന്ന സമയത്ത് ഈസയും യേശു ഒന്നാണോ? അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. ഇത് വിശുദ്ധ തൃത്വത്തിൽ ദൈവം ഏകനാണ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതൊക്കെ 1970-80 കാലഘട്ടങ്ങളിൽ ഇറക്കിയിരിക്കുന്ന പുസ്തകങ്ങളാണ്. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു കോപ്റ്റിക് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു പാദ്രിയായിട്ടുള്ള സക്കരിയ ബുത്രൂസ് എന്ന് പറയുന്ന വളരെ രൂക്ഷമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുടെ പുസ്തകമാണ്. ഈ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഖുർആൻ ആയത്തുകൾ കാണാം. ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പേജിൽ തന്നെ 2 കൊടുത്തിട്ടുണ്ട്. അതിന് ഹെഡിങ് ഇങ്ങനെയാണ്, വിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ഖുർആൻ്റെ സാക്ഷ്യം. എന്ന് വെച്ചാൽ ഖുർആനിൽ തൃത്വം പറയുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അതേ രീതിയിൽ തന്നെ ഖുർആനിലും തൃത്വത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട്. ഇനി അടുത്തത് ക്രിസ്തു ദൈവവചനമാണെന്നുള്ളതിൻ്റെ ഖുർആൻ്റെ സാക്ഷ്യം. അതിനും അടുത്ത ആയത്തുകൾ കൊടുക്കുകയാണ്. ഇങ്ങനെ നിരവധി ആയത്തുകൾ കൊടുത്തുകൊണ്ട് ഇവർ ഖുർആനിലെ ഈസ ബൈബിളിലെ യേശുവാണെന്ന്
അതുകൊണ്ട് മുസ്ലിങ്ങൾ ബൈബിൾ വിശ്വസിക്കണമെന്ന് പറയാൻ വേണ്ടി ഇറക്കിയ പുസ്തകമാണിത്. ഇനി അടുത്ത പുസ്തകം കുരിശ് സുവിശേഷത്തിലും ഖുർആനിലും. ഇസ്കന്ദർ ജദീദ്, മലയാളിയൊന്നുമല്ല, വേറെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇവിടെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ഇറക്കുന്നത് ക്രൈസ്തവ സാഹിത്യ സമിതി CLS തിരുവല്ല. ഇത് ഏത് കാലഘട്ടത്തിൽ ഇറക്കിയതാ? MM അക്ബർ സാഹിബ് ഇവരുമൊക്കെ എതിരായിട്ട് പുസ്തകങ്ങൾ ഇറക്കുകയും സംവാദം നടത്തുകയും ചെയ്തപ്പോഴാണോ? അതല്ല, ഇവരിത് ചെയ്തതിന് ശേഷമാണോ അതൊക്കെ നടക്കുന്നത്? ഈ പുസ്തകം ഇറക്കിയത് സെപ്റ്റംബർ 1978. ഞാൻ ജനിക്കുന്നത് 81-ലാണ്. ഞാൻ ജനിക്കുന്നതിന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് 2500 കോപ്പി ഫസ്റ്റ് ഇംപ്രഷനിൽ ഇവരെ അടിച്ചിറക്കി ആളുകളുടെ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുഖവുരയിൽ തന്നെ കാണാം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ഇസ്ലാമിൽ അതിൻ്റെ സ്വാധീനവും. ഈ വിഷയം മുസ്ലിങ്ങളുടെ ഇടയിൽ മറ്റേത് വിഷയത്തെക്കാളും വിവാദങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്. സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുമ്പുള്ള യേശുവിൻ്റെ മരണത്തെപ്പറ്റി ഖുർആൻ പരാമർശിക്കുന്നുണ്ടെങ്കിലും ആൽ ഇമ്രാൻ സൂറയിലെ 55-ാം വാക്യം എന്നൊക്കെ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പോയി. പിന്നെ ഇതിനകത്ത് നിറച്ച് ഖുർആൻ ഒക്കെ അറബിയിൽ തന്നെ കൊടുത്ത് അതിൻ്റെ പരിഭാഷ കൊടുത്ത് അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കൊടുത്ത് 1978 ഇറക്കുന്ന പുസ്തകമാണ്. എന്നിട്ട് ഇവരെന്താ പറയുന്നത്? ഇത് മുമ്പ് അറബി ആയതുകൊണ്ട് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? പിന്നീട് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചു, പഠിച്ചു, പിന്നെ വാട്സാപ്പിൽ കിട്ടി. വെറുതെ കളവ് പറയുന്നു എന്നുള്ളതല്ലാതെ ഇതിനെന്തെങ്കിലും അടിസ്ഥാനങ്ങളുണ്ടോ? ഇനി അടുത്ത നോക്കിയോ, ഇസ്ലാമിൽ നിന്നും ക്രിസ്തുവിലേക്ക് ഒരാൾ അങ്ങനെ കൺവേർട്ട് ആയതുമായി ബന്ധപ്പെട്ട് റവറൻ ബീവൻ ജോൺസ് എഴുതിയ പുസ്തകം, അത് മർക്കസുൽ ബിഷാറ എന്ന് പറയുന്ന ഇവരുടെ ഒരു സ്ഥാപനമാണ് ഇറക്കുന്നത്. 21 പുസ്തകങ്ങൾ ആ കാലഘട്ടത്തിൽ അവർ അച്ചടിച്ചിട്ടുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് 1985-ലാണ്. 1 രൂപയ്ക്കാണ് ഇതെല്ലായിടത്തും കൊടുക്കുന്നത്. ചാലക്കുടി പ്രസ്സിൽ നിന്നാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. 7-ാമത്തെ പേജിൽ കാണാം, ഈ അന്വേഷണത്തിൻ്റെ പിറകിൽ ഖുർആൻ പാരായണത്തിൽ നിന്ന് ഉത്ഭുതമായ ഒരു സ്വാധീനമുണ്ടായിരുന്നു. അതിൽ ധാരാളമായി കണ്ടുമുട്ടിയ മോശ, ദാവീദ്, യേശു എന്നിവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ അവനെ ആകർഷിച്ചു. ഖുർആൻ വായിച്ചപ്പോൾ ആരെക്കുറിച്ചൊക്കെ മനസ്സിലായി? മോശയും ദാവീദും യേശുവും. ഈ യേശു എന്ന് ഖുർആനിൽ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? അവിടെ ഈസയും യേശുവും 2 ആണെങ്കിൽ ഈ പയ്യൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവൻ്റെ അടുക്ക പറയണ്ടേ ഇത് 2 ആളാണെന്ന് പറയണ്ടേ? അങ്ങനെ ഇവർ പറഞ്ഞോ? ഇല്ലല്ലോ. ഇനി അടുത്തത്, ഞാൻ ക്രിസ്ത്യാനി ആയത് എന്തിനു വേണ്ടി? ഇത് മർക്കസുൽ ബിഷാറ തന്നെ ഇറക്കുന്ന പുസ്തകമാണ്. ഇത് എഴുത്തുകാരൻ പാദ്രി സുൽത്താൻ മുഹമ്മദ് പോൾ അദ്ദേഹമാണ് എഴുതുന്നത്. 1982-ലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ 22-ാമത്തെ പേജിൽ കാണാം, എന്തുകൊണ്ട് ഖുർആൻ യേശുവിൻ്റെ പേരിൽ ഒരു പാപമെങ്കിലും രേഖപ്പെടുത്താത്തത്? ഖുർആനിൽ യേശുവിൻ്റെ പാപമില്ലായ്മ മാത്രമാണ് രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടത്. ഖുർആനിൽ ആരെ കണ്ടു? ഈസയെ അല്ല, യേശുവിനെ കണ്ടു. അത് ഈ ഈസയെക്കുറിച്ച് പറഞ്ഞതല്ലേ? അല്ലേ? ഇത് 1982-ലും 78-ലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പണികളായിരുന്നു. ഇനി അടുത്ത പുസ്തകം, മിശിഹായുടെ വ്യക്തിത്വം ക്രിസ്തീയ മുസ്ലിം ഉപദേശങ്ങളിൽ. ഇത് എഴുതിയിരിക്കുന്നത് അബ്ദുൽ ഫാദി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം നമ്മൾ നോക്കിയാൽ ധാരാളം ഖുർആൻ അറബി ടെക്സ്റ്റോടുകൂടി അതിൻ്റെ പരിഭാഷ, അതിൻ്റെ തഫ്സീർ, ഹദീസുകൾ എല്ലാം കൊണ്ടുവന്ന് യേശു ക്രിസ്തു ഖുർആനിൽ വളരെ മൗക്തീകരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നബിയെക്കാട്ടി വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണം. കുരിശുമരണം നടന്നിട്ടുണ്ട്, അത് ബൈബിൾ അടിസ്ഥാനത്തിൽ ഖുർആൻ അടിസ്ഥാനത്തിലൊക്കെ തെളിയിക്കാൻ കടന്ന് പാടുപെടുന്ന പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മർക്കസുൽ ബിഷാറയുടെ സ്ഥാപകൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം തന്നെ എഴുതിയിരിക്കുന്നതാണ്. ആ പുസ്തകത്തിൻ്റെ 25-ാമത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം മിഷണറിയോട് പോയി പറഞ്ഞു, എനിക്ക് വീട് വിട്ട് നിങ്ങളുടെ കൂടെ ചേരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മിഷണറിയുടെ മറുപടി, പ്രായപൂർത്തിയായ ശേഷം വീട് വിടാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുവരെ വീട്ടിൽ തന്നെ ശാന്തമായി കഴിഞ്ഞുകൂടാൻ അദ്ദേഹം ഉപദേശിച്ചു. ദൈവം രക്ഷകനും സഹായിയും സുഹൃത്തുമായിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ സമയത്ത് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അടുക്കലാണ് ഈ സുവിശേഷവും ഈ പുസ്തകങ്ങളും ഒക്കെ കൊടുത്തതും രഹസ്യമായി അദ്ദേഹത്തിന് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നതും. പിന്നീട് 1975 മുതലാണ് എൻ്റെ പ്രവർത്തനം കൂടുതൽ പരസ്യമായിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ധാരാളം പുസ്തകങ്ങൾ ഇറക്കി മർക്കസുൽ ബിഷാറ സ്ഥാപിച്ചു.
1977 ആദ്യമായിട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം അഥവാ ഈ ഒരു അന്വേഷണത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്ന പുസ്തകം അവർ പ്രസിദ്ധീകരിക്കുന്നത്. ഈ പുസ്തകത്തിലും ധാരാളം ഭാഗത്ത് പരിശുദ്ധ ഖുർആൻ അറബി ടെക്സ്റ്റിൽ തന്നെ കൊടുത്തുകൊണ്ട് അവിടെ ഈസയും യേശുവും ഒന്നാക്കിക്കൊണ്ട് അവരുടെ സുവിശേഷത്തിലേക്ക് വിശ്വസിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പുസ്തകം 1975 കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ 77 പ്രസിദ്ധീകരിക്കുന്നത്. ഇങ്ങനെ 50-ലധികം പുസ്തകങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുകയും അവരുടെ ഇടയിൽ കൺവെൻഷൻ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിഭാഷ ഉപയോഗിച്ചും തഫ്സീർ ഉപയോഗിച്ചും തെറ്റായ രൂപത്തിൽ അവതരിപ്പിച്ചുമൊക്കെ മുസ്ലിം നാടുകളിൽ ഇവർ പ്രബോധനം നടത്തിയപ്പോൾ സമസ്തയുടെ പ്രധാനപ്പെട്ട പണ്ഡിതനായിട്ടുള്ള EK അബൂബക്കർ മുസ്ലിയാരും അതേപോലെ തന്നെ പിന്നീട് MM അക്ബർ സാഹിബ്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുസ്ലിം ലോകത്തു നിന്നുള്ള പല ആളുകളും രംഗപ്രവേശം ചെയ്യുകയും അവർ ഈ വിഷയത്തിലുള്ള വിശദീകരണങ്ങൾ കൊടുക്കുകയും പരിശുദ്ധ ഖുർആനിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ഈ രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തൗറാത്തും സബൂറും ഇഞ്ചീലും എന്നൊക്കെ പറയുന്നത് ഈ ബൈബിളാണ് എന്ന് പറയുന്നത് ശരിയല്ല, കാരണം ബൈബിളുമായി ബന്ധപ്പെട്ട് ബൈബിളിനകത്ത് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം വരുന്നത്. എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതിരുന്ന കേരളീയ സമൂഹത്തിൻ്റെ അടുക്കൽ ചെന്ന് MM അക്ബറാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, അദ്ദേഹം ഈ സംവാദവുമായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ പണികൾ നല്ല രൂപത്തിൽ വൃത്തിക്ക് ഒരു കാലഘട്ടത്തിൽ ഇവർ ചെയ്യുകയും അതിന് നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. അവർക്ക് മുസ്ലിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അവരെല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ചെയ്തത്. ഒരിക്കൽ നമ്മുടെ മുൻ DGP ആയിരുന്ന സെൻകുമാർ പറഞ്ഞു, ക്രൈസ്തവ മിഷണറിമാർ എന്തുകൊണ്ട് മുസ്ലിം നാടുകളിൽ പോകുന്നില്ല, അവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വസ്തുതയല്ല. ഇന്ന് ഹിന്ദു ആളുകളുടെ ഇടയിലാണ് അവരുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായിട്ട് നടക്കുന്നത്. മുസ്ലിങ്ങളുടെ ഇടയിൽ അത് ശരിയായ രൂപത്തിൽ അത് നടക്കാത്തത്. അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ അവരുമായിട്ടൊരു സുവിശേഷ പ്രവർത്തനം നടത്തേണ്ട, നേരെ മറിച്ച് ഇവരുടെ മേലിൽ തുപ്പൽ ജിഹാദും അതേപോലെ ലവ് ജിഹാദും ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പോളറൈസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത രൂപത്തിലേക്കാക്കാം എന്ന് ഇവർക്ക് തോന്നിയത്. ഇവർ ഈ ധാരാളം പണികൾ എടുത്ത കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മുസ്ലിം സമൂഹത്തിൽ നിന്നും മറുപടി വരികയും അവർ മുസ്ലിം പൊതുസമൂഹത്തിനെ ഈ വിഷയത്തിൽ ബോധവൽക്കരിക്കുകയും ചെയ്തപ്പോൾ വളരെ സ്നേഹത്തിൽ അവരോട് വളരെ സന്തോഷമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന ആ ആശയത്തെ അതിജീവിക്കാനുള്ള ഒരു പ്രാപ്തി മുസ്ലിം സമൂഹം നേടിയെടുത്തു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ രാഹുലിന് തന്നെ വളരെ കുറച്ചു നേരം ഒന്ന് ഗൂഗിളിൽ ചെലവഴിച്ചാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ കിട്ടുകയും ഇവരുടെ വാദങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ ഇത്രയധികം കാര്യങ്ങൾ, ഇനിയും എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ പറയാത്തതുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തൊരു സംവാദത്തിലേക്ക് പോയാൽ അത് എളുപ്പത്തിൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മളുമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിനോട് വലിയ വിദ്വേഷമുള്ളവരാണ്. അവരുപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് പിന്നീട് അവരുമായിട്ട് ഒരു തരത്തിൽ നമുക്ക് സഹകരിക്കാനോ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം നിലനിർത്താനോ സാധിക്കാത്ത രൂപത്തിലുള്ള പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് കാസ പോലെയുള്ള വർഗീയ മൂവ്മെൻറ്റുകളോടാണ്. അതിൻ്റെ അറ്റം നമ്മൾ നോക്കുമ്പോൾ അത് ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. സാധാരണ സംവാദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് അറിയാനും അടുക്കാനുമാണ് എന്ന് പറയുമ്പോൾ ഇവരുമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് വിദ്വേഷത്തിലേക്കും അതുവഴി ഈ രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്കും വേറെ ചില ലക്ഷ്യങ്ങളിലേക്കും പിന്നെ ചിലരുടെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളിലേക്കുമൊക്കെയാണ് പോകുന്നത് എന്നതുകൊണ്ട് മുസ്ലിം സമൂഹം ആ വിഷയത്തിൽ കുറെ കൂടി ജാഗ്രതയും ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനും അതേപോലെ തന്നെ അന്യവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങൾ വലിയ വലിയ ശക്തികൾ അവർ സംഘം ചേർന്ന് നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റായ ബ്രാഹ്മണനായ രാഹുൽ ഈശ്വർ ആ വിഷയത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി രംഗത്ത് വരികയും നിരന്തരമായി ആ മേഖലയിൽ പണിയെടുക്കുകയും ആളുകളെ ബോധവൽക്കരിക്കുകയും ഒരു സെൻട്രൽ പോയിന്റിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി താങ്കൾ എടുക്കുന്ന ഈ എഫേർട്ടുകൾ അതിന് ആത്മാർത്ഥമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കും.